കൊച്ചിയിൽ നിന്നൊരു പ്രധാന വാർത്ത വരുന്നു. കൊച്ചിയിൽ കണ്ടെയ്നർ ഷിപ്പിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഇന്നലെ രാത്രി എത്തിയ SLL മുംബൈക്കാണ് നിയന്ത്രണം നഷ്ടമായത്. തീരത്തേക്ക് അടുത്ത കപ്പലിനെ പാഞ്ഞെത്തിയ ടെക് ബോട്ടുകളാണ് നിയന്ത്രണ വിധേയമാക്കിയത്. വൻ അപകടമാണ് ഒഴിവായത്. നവമി ദിനേശ് ചേരുന്നു. നവമിയിലേക്ക് വരാൻ അതിനു മുമ്പ് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. നവമി ദിനേശ് ഉണ്ട്. നവമി, നിയന്ത്രണം നഷ്ടമായ കപ്പൽ വന്നിടിച്ച് ഉണ്ടാകുന്ന ഒരു വലിയ അപകടമാണോ ഒഴിവായത്? എന്താണ് അവിടെ സംഭവിച്ചത്? അതെ സുജിത്ത്, ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. SSL മുംബൈ എന്ന ഷിപ്പാണ് നിയന്ത്രണം വിട്ട് ഇത്തരത്തിൽ സാധാരണ കപ്പൽ ഇത്തരത്തിൽ കടലിൽ തന്നെ നിർത്തുകയും അതോടൊപ്പം തന്നെ ടഗ് ബോട്ടുകൾ ഉപയോഗിച്ചാണ് അതിന്റെ പിന്നീട് കരയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. സാധാരണ ആ രീതിയിലായിരുന്നു. പക്ഷേ ഇത് നിയന്ത്രണം വിടുകയും പിന്നീട് കരയിലേക്ക് വന്നിടിച്ച് വലിയൊരു അപകടം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായി. പക്ഷെ പെട്ടെന്ന് തന്നെ ഈ ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് വലിയ അപകടം ഒഴിവായതും പിന്നീട് ടഗ് ബോട്ടുകൾ ഉപയോഗിച്ച് ഈ ഷിപ്പിനെ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തത്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു നിയന്ത്രണം വിടാൻ, ഈ ഷിപ്പിന് നിയന്ത്രണം വിടാൻ കാരണമെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയൊരു ദുരന്തം തന്നെയാണ് ഒഴിവായത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും നിയന്ത്രണം നഷ്ടപ്പെട്ട കപ്പൽ വന്നിടിച്ച് ഉണ്ടാകുന്ന ഒരു വലിയ അപകടമാണ് ഒഴിവായത്. ടഗ് ബോട്ടിന്റെ സംവിധാനത്തോടുകൂടി അതിനെ പിടിച്ച് നിയന്ത്രിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ ഹെലികോപ്റ്റർ യാത്ര വലിയ വിവാദമാവുകയാണ്. സ്വകാര്യ ആവശ്യത്തിന് സർക്കാരിൻ്റെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്നതാണ് വിവാദം. വി ഡി സതീശനെതിരെ മുൻ മന്ത്രി പി രാജീവ് രംഗത്ത് വന്നിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരുന്നോ ഇപ്പോൾ അതിനൊക്കെയാണ് ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതെന്നാണ് രാജീവിൻ്റെ വിമർശനം. ഇന്നലെ പറഞ്ഞ എന്ത് എന്ന് ഓരോ കാര്യം ചെയ്യുമ്പോഴും സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നാവുന്നുമെന്നും അദ്ദേഹം വിമർശിക്കുന്നു. കാറിൽ പോയാൽ ഉണ്ടാകുന്ന ഇന്ധന ചിലവ് ലാഭിച്ചുവെന്നുമായിരുന്നു മുൻ മന്ത്രിയുടെ പരിഹാസം. അത് നാടിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ തെറ്റില്ല. എന്നാൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ചും വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ടത് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞത് എന്ത് എന്ന് ഇന്ന് ഓരോന്നും ചെയ്യുമ്പോൾ സ്വയം ഒന്ന് ആലോചിക്കുന്നത് ആരാണെങ്കിലും നല്ല കാര്യം തന്നെയാണ്. ഇത് ആവശ്യഘട്ടത്തിലൊക്കെ ഉപയോഗിക്കേണ്ടത് തന്നെയാണ്. അതിനാണ് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. പക്ഷെ അതിനെ അധിക്ഷേപിച്ചു. വ്യക്തിപരമായിട്ട് അന്നത്തെ മുഖ്യമന്ത്രിയെ വല്ലാതെ അധിക്ഷേപിക്കാനായിട്ട് ഇത്തരം കാര്യങ്ങൾ പർവ്വതീകരിച്ച് ഉപയോഗിച്ചു. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ശാന്തമായി ഇത് എന്തിനു വേണ്ടിയൊന്നും അദ്ദേഹം ഉപയോഗിച്ചില്ലയോ അതേ കാര്യം അതിനെല്ലാം വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനത്തിന് മുഖ്യമന്ത്രി തന്നെ മറുപടി പറയുമെന്നുമായിരുന്നു PC വിശ്വനാഥിന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ വിവാദ ഹെലികോപ്റ്റർ യാത്രയെ ന്യായീകരിച്ച് അതേസമയം K മുരളീധരൻ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഹെലികോപ്റ്റർ യാത്രയൊക്കെ സ്വാഭാവികമാണെന്നും ഇതൊന്നും വിവാദമാക്കേണ്ട കാര്യമില്ലെന്നുമായിരുന്നു മുരളീധരന്റെ പ്രതികരണം. ഹെലികോപ്റ്ററിലൊക്കെ കയറുന്ന എന്താ കുഴപ്പം? മുമ്പ് മുഖ്യമന്ത്രിമാർ കയറിയിട്ടല്ല. ഏറ്റവും കൂടുതൽ ഹെലികോപ്റ്റർ യാത്ര ചെയ്ത് കേൾക്കാരനായിരുന്നു. പിന്നെന്താ കുഴപ്പം? അല്ല, പിന്നെ ഹെലികോപ്റ്റർ പെട്ടെന്ന് ഒരാവശ്യം വന്നാലല്ലേ ഹെലികോപ്റ്റർ ഉപയോഗിക്കുക. അല്ലെങ്കിൽ കാറിൽ പോയാൽ പോരെ. കാറും ട്രെയിനും എത്താൻ വൈകുന്നിടത്താണ് ഹെലികോപ്റ്റർ ഉപയോഗിക്കുക. അത് സാധാരണ പതിവാണ്. പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ കയറിയ ഞങ്ങൾ ആരും പരാതി പറഞ്ഞിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.